രജനീകാന്തൻ പൊളിയല്ലേ, മാസല്ലേ, ഇത് തള്ളാൻ വേണ്ടി പറയല്ല. ഞാൻ രജനീകാന്തൻ എല്ലാ പടം കാണും, വളരെ സത്യം. ഇത് ജനുവലിലെ കാര്യമാണ്. ഇത് നമ്മളെ പുതിയ ഫിലിമില്ലേ, നമ്മളെ വേടായി ഒന്നല്ല. പിന്നെ നമ്മളെ രജനീകാന്ത് വേറെ ജയിലറൊന്നല്ല. ഇത് അതും കാട്ടി മൂഡ് പടം. ഫസ്റ്റ് ഒരു ലാഗ് ഉണ്ട്, ഉള്ളത് പറയാലോ. ഫസ്റ്റ് ഒരു ചെറിയ ലാഗ് ഉണ്ട്. പക്ഷെ അവസാനം രജനീകാന്ത് ആക്കി. പിന്നെ അതേപോലെ സോയാബീൻ, പിന്നെ നമ്മളെ ബാബുരാജ്. ബാബുരാജ് ഇതിലുണ്ടോന്ന് അറിയില്ല കേട്ടാ. പക്ഷെ പിന്നെ അമീർ കപൂർ ചെറിയ സീനല്ല, ലാസ്റ്റ് ഒരു സീൻ. പക്ഷെ രജനീകാന്ത് സോയാബീൻ പൊളിച്ചടിക്ക്. ഇപ്രാവശ്യം ഓണത്തിന് ഇത് തൂക്കും എന്തായാലും. താത്തിക്ക് പോവില്ല, അത് റോക്കറ്റ് പോലെ പോലോ. കൂലി വമ്പം കൂലിയായി. ഇപ്പോൾ ഫസ്റ്റ് ലാഗ് ഞാൻ വെച്ച് ഇത് ഇതാവണം. പക്ഷെ അതല്ല, അവസാനം ഭയങ്കര മൂഡ്, BGM ഒക്കെ പക്കയാണ്. മ്യൂസിക്കും അതുപോലെ ഫൈറ്റ്. ഇപ്രാവശ്യം ഹോളിവുഡും കാട്ടി അപ്പുറം ഫൈറ്റ് ഉണ്ട്. രജനീകാന്ത് ഫിലിം ഇത്ര ഫൈറ്റ് ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ഇത് കൂടുതലാണ്. എന്തായാലും ഒന്നിനൊന്നും മെച്ചം പോലെ സംഗതി കിടക്കാഴ്ചയുണ്ട്. ഒരു രക്ഷയില്ല. ലോകേഷ് കനകരാജിൻ്റെ സിനിമ തന്നെയാണ് കൂലി. പക്ഷേ LCയുമായിട്ട് യാതൊരു ബന്ധവും സിനിമയ്ക്കില്ല. പിന്നെ BGM എന്ന് പറഞ്ഞാൽ അനിരുദ്ധിൻ്റെ, നമ്മളൊരു യുദ്ധഭൂമിയിൽ നിൽക്കുന്ന അതേ ഫീല് തന്നെയാണ് ഈ കൂലി എന്ന് പറയുന്ന സിനിമയിൽ. സെക്കൻഡ് ഹാഫിലാണ് അടിപൊളി. അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നല്ല കിടന്ന സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം LCയുമായിട്ട് യാതൊരു ബന്ധവുമില്ല സിനിമയ്ക്ക്. പിന്നെ അഭിനയത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ രജനീകാന്ത്, സത്യരാജ്, അതുപോലെ ശ്രുതി ഹാസൻ, പിന്നെ ഉപേന്ദ്ര, അമീർ ഖാൻ, പിന്നെ സൗബിൻ ഷാഹിർ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഉണ്ട്. നമ്മളൊരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ആ ഒരു ഫീലാണ് നമുക്ക് തിയേറ്ററിനകത്ത് കിട്ടുന്നത്. തിയേറ്റർ കുലുങ്ങുന്നുണ്ട്. എന്തായാലും ഉറപ്പിച്ചോ, ഇതിന് ഒരു നെഗറ്റീവ് കമൻറ്റ് എന്തായാലും ആൾക്കാർ പറയുന്നുണ്ട് സിനിമ കൊള്ളില്ലെന്ന്. പക്ഷെ അതൊക്കെ വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ച് വന്നോ അതെല്ലാം ഇതിനകത്തുണ്ട്. ഈ 70-ാം വയസ്സിൽ ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ സൂപ്പർ സ്റ്റാർ എന്ന് എഴുതി വെച്ചിട്ട് അഭിനയിക്കുകയാണ്, നമ്മളെ മുമ്പിലേക്ക് ഒരു സാധനം തരികയാണ്. എന്തായാലും സൂപ്പർ സ്റ്റാർ ധൈര്യമായിട്ട് നമുക്ക് പറയാം, ഇദ്ദേഹം സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇന്ത്യയിൽ ജനിക്കില്ല. അത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു ഇന്ത്യയിലുള്ള ഏക നടൻ രജനീകാന്ത് തന്നെയാണ്. എന്തായാലും ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ സിനിമ തന്നെയാണ്. ഒരു 700 കോടി എന്തായാലും കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സൗബിൻ ഷാഹിർ, എന്തായാലും മലയാളത്തിൽ ഇനി അദ്ദേഹത്തെ കിട്ടൂല. പിന്നെ ശ്രുതി ഹാസൻ അടിപൊളിയാണ്. ഇന്ന് വരെ ഞാൻ ശ്രുതി ഹാസൻ്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ല പെർഫോമൻസ് ആയിട്ട് അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പടം അടിപൊളിയാണ്. അതിൽ ഒരു സീനിൽ 2 കാലഘട്ടം കൊണ്ട് മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം പുള്ളിയുടെ ആ സിഗരറ്റ് വലിക്കുന്നതും ആ നടന്നു വരുന്നവരും എഴുന്നേറ്റ് നേടിക്കുള്ള സാധനം ആ സീനിലുണ്ട്. അത് പഴയ കാലഘട്ടത്തിൽ CJ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റായിട്ട് അവർ പോകുന്നുണ്ട്. അത് റോമാഞ്ചിക് ഐറ്റം തന്നെയാണ്.